ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസിന്റെ ലൈവ് അപ്ഡേറ്റ് ആണ്. രണ്ട് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. ഒന്ന്, കഴിഞ്ഞ ദിവസം പുതിയൊരു സാധനം ബിഗ് ബോസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, മിഡ് വീക്ക് എവിക്ഷൻ. ഇന്നത് മാറ്റി മിഡ് വീക്ക് സസ്പെൻഷൻ ആക്കിയിട്ടുണ്ട്. രണ്ട്, അനുമോൾ വേഴ്സസ് ജിസൈൽ. അനുമോളും ജിസൈലും തമ്മിൽ ഒരു മുട്ടൻ അടിയോടെ നടന്നു. അനുമോള് കരഞ്ഞ് നിലവിളിക്കുകയുണ്ടായി. ജിസൈൽ വീണ്ടും നിയമലംഘനം നടത്തിയിരിക്കുകയാണ്. ഇവരുടെ അടുത്ത് എത്ര പറഞ്ഞാലും എത്ര വാണിംഗ് കൊടുത്താലും ഈ പെണ്ണുമുള്ള മനസ്സിലാക്കത്തില്ല എന്നുള്ളതാണ്. എല്ലാരെയും കൂടെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരടത്ത് നിൽക്കുന്നത്. സോ ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് നോക്കാനുള്ളത്. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കുറച്ച് വീഡിയോ ക്ലിപ്പൊക്കെ കാണിക്കാം. റിസ്ക് ആണ്, ബട്ട് കാണിക്കാം. കാര്യം ഇതിനകത്ത് മൊത്തം കോമഡിയാണ്. ആദ്യം തന്നെ നമുക്ക് മിഡ് വീക്ക് എവിക്ഷന്റെ ആ ഒരു സംഭവത്തിലോട്ട് വരാം. ഇന്നലെ എല്ലാവരും കൂടെ ഒരു 6 പേരെ ഈ മിഡ് വീക്ക് സസ്പെൻഷൻ എന്ന് പറയുന്ന പരിപാടിയിലോട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരെ എവിക്ട് ചെയ്യത്തില്ല. ഇവരെ നമ്മുടെ സീക്രട്ട് റൂം പോലെ ഒരു റൂമിൽ കൊണ്ടിടും. അതിനകത്ത് മൈക്ക് കാണത്തില്ല, ക്യാമറ കാണത്തില്ല, ബാക്കി ഫുഡും വെള്ളമൊക്കെ കൊടുത്തങ്ങ് വിടത്തേ ഉള്ളൂ. എത്ര നാളത്തെ കൊണ്ടിടും, എങ്ങനെ കൊണ്ടിടും എന്നൊക്കെ അവരിനി പറയുമായിരിക്കും. വേറെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. അപ്പൊ ഈ 6 പേരിൽ നിന്ന് 2 പേരെയാണ് അതിനകത്ത് കൊണ്ടിടുന്നത്. ഇനി അടുത്ത പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 6 പേർക്ക് വേണ്ടിയിട്ട് കളിക്കാൻ പോകുന്നത് ഹൗസിലുള്ള മറ്റ് മെമ്പേഴ്സ് ആണ്. അന്നേരം ഓരോരുത്തരും ഈ 2 പേരെ വെച്ചിട്ട് ആദ്യം റെന ഫാത്തിമ വരും. റെന ഫാത്തിമ വന്നിട്ട് ആര്യനെയും ജിസൈലിനെയുമാണ് ചൂസ് ചെയ്യുന്നത്. ആദ്യം വരുന്നവർക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. കാര്യം ഇഷ്ടമുള്ള ആളുകളെ ചൂസ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഉച്ചിഷ്ടേജി ഷാരിക ആണ് വരുന്നത്. ഇവര് വന്നിട്ട് ബിന്നിയെയും അതുപോലെ തന്നെ നമ്മുടെ ആദിലാൻ നൂറ, ഇവരെ 2 പേരെയാണ് സെലക്ട് ചെയ്യുന്നത്. അനീഷിന്റെ സെലക്ഷന് വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. അങ്ങോട്ട് വരാം നമുക്ക്. അടുത്ത ആള് ഒനിയലാണ് വരുന്നത്. ഒനിയൽ വന്നിട്ട് നല്ല 2 സെലക്ഷൻ ആണ്. ഒന്ന് അക്ബർ ആൻഡ് ഷാനവാസ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ പ്രിയ താരം ചൊറിയൻ അനീഷ് രംഗപ്രവേശനം നടത്തുന്നത്. അനീഷ് ആരെ സെലക്ട് ചെയ്യുമെന്ന് ഭയങ്കര ഡൗട്ടായിട്ടിരിക്കുകയാണ്. അപ്പോൾ മാരക ട്വിസ്റ്റ് നിന്ന പോലെ അനീഷ് 2 പേരെയൊക്കെ സെലക്ട് ചെയ്ത് കിളി പറന്ന്. ആ സമയത്ത് ആ സെലക്ട് ചെയ്തവരുടെ മുഖഭാവം കണ്ടാണ് എനിക്ക് അതിനേക്കാളും കോമഡി ആയിട്ട് ഫീൽ ചെയ്തത്. അനീഷിന്റെ ആ വീഡിയോ ഞാനൊന്ന് വെക്കാം. വീഡിയോ വെക്കാൻ നമുക്ക് ആ വീഡിയോ വെക്കാൻ നമുക്കിത് പറയാനേ പറ്റില്ല. എന്നെ സഹായിക്കാൻ ഈ ഘട്ടത്തിൽ ഞാൻ ആത്മാർത്ഥതയോടെ കൂടി കരുതുന്നത് ശരത്തിനെയാണ്. അനീഷ് വന്ന് പറയാണ് ആദ്യം സെലക്ട് ചെയ്യുന്നത് ശരത്തിനെയാണ്. ശരത്തൊക്കെ വണ്ടടിച്ച്. ശരത്ത് എണീറ്റ് വന്നപ്പോൾ എല്ലാരും ചിരിക്കുന്നുണ്ട്. ഇവന് വേണ്ടി കളിക്കേണ്ട ഗതികേട് എനിക്ക് വന്നല്ലോ എന്ന്. യെസ് 100% വന്ന് തൊളലൊക്കെ ആയിട്ട് 100% നിനക്ക് വേണ്ടി ഞാൻ കളിച്ചിരിക്കും. അടുത്ത സെലക്ട് ചെയ്യുന്നത് അനുമോളെ. എന്നെ ഏറ്റവും കൂടുതൽ ദേഷ്യം പിടിപ്പിച്ച വ്യക്തി, എന്നെ ആപത്ത് ഘട്ടങ്ങളിൽ എന്നെ സ്നേഹിക്കുമെന്ന് കരുതുന്നു. അങ്ങനെ നമ്മൾ അനുമോളെയാണ് സെലക്ട് ചെയ്യുന്നത്. ആ ഹൗസില് അനീഷിനെ ഏറ്റവും കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്ത 2 വ്യക്തികൾ, ഒന്ന് അനുമോള്, ഒന്ന് ശരത്ത്. ശരത്തിനെ അറിയാലോ, കൈക്കുട്ടിയെ കടിച്ചു കീറാൻ വേണ്ടി നിൽക്കുകയാണ്. ആ ശരത്തിനെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. അത് ഭയങ്കര ഒരു സംഭവമായി പോയി കേട്ടോ. ഗുഡ് ജോബ്. അപ്പാനിക്ക് ഒന്നും പറയാനില്ല. നിന്റെ കൂടെ കളിക്കുന്നില്ല, നിന്നെ ഞാൻ ചതിക്കുന്നൊക്കെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ നെഗറ്റീവ് ആവും. ആൾക്കാർ വേറെ തലത്തിലെടുക്കും. കാര്യം ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഈ വീട്ടിൽ ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്നവർ എന്ന് തോന്നിയ 2 പേരെ സെലക്ട് ചെയ്യാനാണ്. അപ്പോൾ അനീഷ വന്ന് ഇവരെ 2 പേരെയാണ് സെലക്ട് ചെയ്തേക്കുന്നത്. ഇവരിനി വല്ല ഉടായ്പ കാണിച്ചു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര നെഗറ്റീവിലോട്ട് പോകും. ഇവർക്ക് വേണമെങ്കിൽ കളിച്ചിട്ട് അനീഷിനെ പുറത്താക്കാം, ആ ഒരു റൂമിലോട്ട് പറഞ്ഞു വിടാം. പക്ഷെ നമ്മൾ അവിടെ ഒരു ട്രസ്റ്റ് വെച്ച ഒരാളെ ഒരു കാര്യം ഏൽപ്പിക്കുമ്പോൾ അത് കളിക്കാതെ വരുമ്പോഴത്തേക്ക് അത് വലിയൊരു നെഗറ്റീവായി പോകും, ഒരു ചതിയൻ റോളിലോട്ട് പോകും. അപ്പൊ പിന്നെ ഇവർക്ക് കളിച്ചേ പറ്റത്തുള്ളൂ. മനസ്സിലായോ? ആളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര നോട്ടീസ് ചെയ്യും. ഇപ്പൊ അപ്പാനി ശരത്തും അതിന്റെ അനുമോള് നല്ല രീതിയിൽ ഈ അനീഷിന് വേണ്ടി കളിക്കുകയാണെങ്കിൽ അവർ പറയും ഇത്രയും ശത്രുത ഉണ്ടായിട്ടും ആ ഒരു ടാസ്ക് വന്നപ്പോൾ അവന് വേണ്ടി ഇത്രയും കമ്മിറ്റ്മെന്റ് ആയി അവൻ കളിച്ചു എന്നുള്ള രീതിയിൽ ആളുകൾ വിലയിരുത്തി കഴിഞ്ഞാൽ അവരുടെ മനസ്സിന്റെ വലിപ്പമാണ് ആളുകൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ വലിയൊരു സപ്പോർട്ട് അവരിലോട്ട് വരാൻ സാധ്യതയുണ്ട്. ഇനി മറിച്ചിനി ഇവർ ചിന്തിച്ചിട്ട് ഇവനെ നമുക്ക് ഈ വീട്ടിൽ നിന്നേ കുറച്ച് ദിവസത്തേക്ക് മാറ്റി നിർത്താം, അപ്പൊ നമുക്ക് ഇവനെ തോപ്പിക്കുന്ന രീതിയിൽ കളിക്കാം എന്നുള്ള ഒരു രീതിയിലോട്ട് വന്നു കഴിഞ്ഞാൽ അത് ചിലപ്പം ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അനുമോളും അപ്പാനി ശരത്തും എങ്ങനെയാണ് ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് നമുക്ക് അറിയില്ല. അടിപൊളി കളിയാ, വന്ന് കെട്ടിയൊക്കെ പിടിക്കുക. എന്റെ പൊന്നെ, അപ്പാനിക്ക് ഇങ്ങനെ ഗതികെട്ട അവസ്ഥ വരും. അപ്പാനി ഈ വീട്ടിൽ നിന്നെ പുറത്താക്കുന്ന ഞാനായിരിക്കും, നിന്നെ ഞാൻ ചവിട്ടി പുറത്താക്കും എന്ന് പറഞ്ഞ അപ്പാനിയെ കൊണ്ട് അവനെ ആ വീട്ടിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് അനീഷ് കളിപ്പിക്കുകയാണ്. എന്നടാ മാസ്റ്റർ മൈൻഡ് നീ. അത് അനീഷിന്റെ ഗെയിമാണോ അതോ ഇനി വേറെ ആരെയും ഇല്ലാത്തതിന്റെ പേരിൽ ഇവർ എടുത്തതാണോ ഒന്നും അറിയില്ല. പക്ഷെ എന്താണെങ്കിലും ഭയങ്കര ഒരു ഫൺ മൊമെന്റ് ആയിരുന്നു. ഭയങ്കര രസമായിരുന്നു അത് കണ്ടിരിക്കാൻ. അനുമോള പറഞ്ഞ കേട്ടോ, എന്റെ ജീവൻ പോയാലും ഞാൻ ചേട്ടനെ ജയിപ്പിക്കുമെന്ന്. അനീഷ് ചേട്ടന് വേണ്ടി ഞാൻ ജീവൻ കൊടുത്തും ചേട്ടനെ ഞാൻ ജയിപ്പിക്കും. അനുമോളൊക്കെ വമ്പൻ ഡയലോഗ്. എന്തുവാടേ ഇവിടെ നടക്കുന്നത്. ഒരു ഗെയിമർ എന്ന നിലയിൽ അനീഷ് ഉയർന്നു വന്നോണ്ടിരിക്കുകയാണ് ഗൈസ്. ഈ ഒരു കാര്യങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അടുത്ത വരുന്നത് നമ്മുടെ സരികയാണ്. സരിക വന്നിട്ട് സെലക്ട് ചെയ്യുന്നത് നെവിനെയും അബിയെയുമാണ്. ഇവരെ 2 പേരെയാണ് സരിക വന്നിട്ട് സെലക്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഏറ്റവും അവസാനം നമ്മുടെ രേണു ആണ് വരുന്നത്. രേണു നോക്കിയപ്പോഴത്തേക്ക് ബാക്കി 2 പേര് ബിൻസിയും ഷൈറ്റയും മാത്രമേ ഉള്ളൂ. ഇവരെ 2 പേരെയും വിളിക്കാനേ വേറെ ഓപ്ഷൻ ഉള്ളൂ. വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ല. ബാക്കി എല്ലാവരും വന്ന് എടുത്തോണ്ട് പോയി. അപ്പൊ പിന്നെ ഷൈത്യ ആൻഡ് ബിൻസി. ഈ ഷൈത്യയും ബിൻസിയും ലാസ്റ്റ് വിളിക്കുന്നത്
വിളിക്കുന്നത് ശൈത്യക്ക് നല്ല രീതിയിൽ കൊള്ളും. ശൈത്യ വന്നിട്ട് ബിൻസി അടുത്ത് പറയുന്നുണ്ട്, ചേച്ചി നമ്മളെ രണ്ടുപേരാണ് ഏറ്റവും അവസാനം വിളിച്ചത്. എന്ന് വെച്ചാൽ ഈ കൂട്ടത്തിൽ ഏറ്റവും കേപ്പബിൾ അല്ല എന്ന് അവർക്ക് തോന്നിയത് കൊണ്ടാണ് നമ്മളെ ഏറ്റവും അവസാനം വിളിച്ചത്. എന്ന് വെച്ചാൽ വേറെ ഓപ്ഷൻ ഇല്ലാത്തതിന്റെ പേരിലാണ് നമ്മളെ വിളിച്ചത്. അന്നേരം എന്ത് വില കൊടുത്തും നമുക്ക് ഈ ഒരു ടാസ്കിൽ രേണു ചേച്ചിയെ ജയിപ്പിക്കണം, നമ്മൾ വർത്തിയാണെന്ന് പ്രൂവ് ചെയ്യണം എന്നുള്ള രീതിയിൽ ശൈത്യയൊക്കെ ഭയങ്കര കോൺഫിഡൻസ് ആയിട്ട് വന്നിട്ട് ഭയങ്കര കട്ടക്കളി കളിക്കണം എന്നുള്ള രീതിയിൽ വന്ന് പറയുന്നുണ്ട്. അത് നല്ല തോട്ടാണ്. പക്ഷെ ബിൻസി അന്നേരം വേറൊരു കാര്യം പറയുന്നുണ്ട്, ഇത് നമുക്ക് കിട്ടിയൊരു അവസരമാണ് ഒരാളെ പുറത്താക്കാൻ. നാളെ ആളുകൾ ഇനി പറയരുത് നിനക്കൊരു അവസരം കിട്ടിയിട്ട് എന്തുകൊണ്ട് പുറത്താക്കിയില്ലെന്ന്. ബിൻസി ഒരുമാതിരി കുറുക്കന്റെ സ്വഭാവം കാണിക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ ശൈത്യ ഒരു പാവമാണ്. ശൈത്യ സത്യം പറഞ്ഞ ബിഗ് ബോസ് ഒരു മെറ്റീരിയൽ ഒന്നും അല്ല. പുള്ളിക്കാരത്തേക്ക് അത് പറ്റൂല. അഡ്വക്കേറ്റ് ജോലി പോലും പുള്ളിക്കാരത്തെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം കുറച്ച് കുബുദ്ധിയും നല്ല രീതിയിൽ കുതുകാലുവെട്ടും തള്ളി പറയാനും മാറ്റി പറയാനും ഒക്കെ കഴിവുണ്ടെങ്കിൽ മാത്രമേ പുള്ളിക്കാരത്തിയുടെ പ്രൊഫഷനിൽ തന്നെ പുള്ളിക്കാരത്തേക്ക് നിലനിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സ്വഭാവം വെച്ചിട്ട് ബിഗ് ബോസിൽ എത്ര കാലം നിലനിൽക്കാൻ പറ്റുമെന്ന് സംശയമാണ്. പക്ഷെ ഈ ഒരു കേസിൽ ശൈത്യ പറഞ്ഞ ആ ഒരു ഒപ്പീനിയൻ ഞാൻ 100% അവരോട് യോജിക്കുന്നു. കാര്യം അവർ വർത്തിയില്ലെന്ന് ബാക്കിയുള്ളവർക്ക് തോന്നിയത് കൊണ്ടാണ് അവരെ വിളിക്കാഞ്ഞത്, ആരും വിളിക്കാഞ്ഞത്. സോ അത് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കുക. അതാണ് സ്പോർട്സ് ഓൺ സ്പിരിറ്റ്. അങ്ങനെയാണ് കളിക്കേണ്ടത്. എഴുതി തള്ളിയവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുക നമ്മളെ കൊണ്ട് പറ്റും എന്ന്. അതിനുശേഷമാണ് വേറൊരു സംഭവം നടക്കുന്നത്. എല്ലാവരെയും വിളിച്ച് നമ്മുടെ ടിവിയുടെ മുന്നിൽ ഇരുത്തുകയാണ്. അപ്പോൾ ജിസൽ ഇട്ടേക്കുന്ന ഡ്രസ്സിനെ ചോദ്യം ചെയ്യുന്നു ആളുകൾ. കാര്യം ജിസൽ ഇട്ടിരിക്കുന്നത് ഒരു പാന്റും അതിന്റെ മുകളിൽ ഒരു ബോഡി സ്യൂട്ട് പോലത്തെയുള്ള ഒരു ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ എല്ലാവരും ചോദിക്കുകയാണ്, ഈ ബോഡി സ്യൂട്ട് എവിടുന്ന് കിട്ടി ജിസലിന്? അപ്പൊ ജിസൽ പറയുകയാണ്, ഈ സാധനം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, ഇത് ഇന്നറായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇത് ഇന്നറായിട്ടും യൂസ് ചെയ്യാം, അല്ലാതെ നമുക്ക് നോർമൽ ആയിട്ടും യൂസ് ചെയ്യാം വേണമെങ്കിൽ. ഇവരുടെയൊക്കെ ഇൻട്രൊഡക്ഷൻ എപ്പിസോഡിൽ ഇവര് കോസ്റ്റ്യൂം ഇട്ട് അകത്തോട്ട് വരുന്ന സമയത്ത് ഇന്നറായിട്ട് ഈ ഒരു ബോഡി സ്യൂട്ട് ആയിരുന്നു അവർ യൂസ് ചെയ്തിരുന്നത്. സോ ഇതുപോലൊരു 4 എണ്ണം ജിസലിന്റെ കയ്യിലുണ്ട്. അത് തിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിനെ ഒപ്പോസ് ചെയ്തും കുറെ ആളുകൾ വരുന്നുണ്ട്, ഇതിനെ സപ്പോർട്ട് ചെയ്തും കുറെ ആളുകൾ വരുന്നുണ്ട്. പക്ഷെ കൂടുതൽ ആളുകൾ ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് വരുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ട് ജിസലിന് മാത്രം അവിടെ ഒരു പ്രിവിലേജ്. ജിസലിന് ഇപ്പോൾ 1ാമത്തെ വാണിങ്ങോ 2ാമത്തെ വാണിങ്ങോ 3ാമത്തെ വാണിങ്ങോ അല്ല കൊടുക്കുന്നത്. എന്നിട്ടും ബാക്കിയുള്ള ആളുകൾ ഇതത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല എന്നുള്ളതാണ്. ഒനീലിന് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട് ജിസലിന്റെ അടുത്ത്, അക്ബറിന് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട്. ഇവരൊന്നും ഇതിനകത്ത് ചോദ്യം ചെയ്യാൻ നിൽക്കുന്നില്ല. ബാക്കി എല്ലാ കാര്യത്തിലും കയറി വള്ളി പിടിക്കുന്ന അക്ബറൊക്കെ ഈ ജിസലിന്റെ കാര്യം വരുമ്പോഴത്തേക്ക് ഒന്ന് ബാക്കിലോട്ട് വലിയുന്നുണ്ട്. ഒനീലും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ പലരും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. ഈ ഒരു കാര്യത്തിൽ ചോദ്യം ഉയർത്തി മുന്നോട്ട് വന്നത് അനുമോളായിരുന്നു. അപ്പൊ ജിസൽ പറയാണ്, എന്റെ ഡ്രസ്സ് കീറിപ്പോയി, ബിഗ് ബോസ് തന്ന ഡ്രസ്സ് കീറിപ്പോയെന്ന് പറഞ്ഞാൽ ആ കീറിയ ഡ്രസ്സ് പൊക്കി എടുത്തുകൊണ്ടെന്ന് കാണിക്കുന്നുണ്ട് ജിസൽ. കണ്ടില്ലേ, ഇത് കീറിപ്പോയി, ഇത് ഞാൻ എങ്ങനെ ഇടും, ഇതിന് കീറി കഴിഞ്ഞാൽ ഇത് മൊത്തം ഇങ്ങനെ താപ്പോട്ട് കിടക്കും, അത് അങ്ങനെ ഇട്ടാൽ മതിയോ എന്നും പറഞ്ഞിട്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ബോഡി സ്യൂട്ട് എടുത്തിട്ടത് എന്നുള്ള രീതിയിൽ ജിസൽ വന്നിട്ട് അവിടെ സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് അനുമോള് കയറി പറയാണ്, നിങ്ങൾ ഇത് കീറിയതല്ലേ. അവിടുന്നാണ് അടി സ്റ്റാർട്ട് ചെയ്യുന്നത്. അനുമോള് പറഞ്ഞതിനകത്തും കാര്യമുണ്ട്. റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡ്രസ്സ് കൊടുത്തിട്ട് 1-2 ദിവസം കൊണ്ടായതേ ഉള്ളൂ. ഇത് വെച്ച് വലിയ ഹെവി ടാസ്ക് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അപ്പോ ഇത് കീറാനുള്ള സാധ്യതകളും കുറവാണ്. ജിസലിനെ സംബന്ധിച്ച് ജിസല് ഇത്രയും ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ തന്റെ കോസ്റ്റ്യൂംസിനകത്തും മേക്കപ്പ് സാധനങ്ങളിനകത്തും ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ്. അപ്പോ ജിസലിന് ചിലപ്പോൾ ഈ ഒരു ഡ്രസ്സ്, ആ ഡ്രസ്സ് കാണാൻ അത്ര ഭംഗിയൊന്നുമില്ല, ആ ഡ്രസ്സ് ഇട്ട് നടക്കാൻ ഒരു കുറച്ചിലുണ്ടായിരിക്കും. അതുകൊണ്ട് മനഃപൂർവ്വം കീറാനും അവിടെ സാധ്യതയുണ്ട്. അങ്ങനെ കീറിയിട്ടുണ്ടെങ്കിൽ ജിസലിന് നല്ല ചിമിട്ടം പണി കിട്ടും. ഇതിനുശേഷം അനുമോളും ജിസലും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ഞാനത് വെക്കാം. ഈ ബഹളത്തിനിടയ്ക്ക് ജിസൽ പറയുന്ന ഒരു പർട്ടിക്കുലർ ഡയലോഗ്, ഞങ്ങൾക്ക് ഹൈറ്റും വെയിറ്റും ഒക്കെ ഉണ്ട്, നിന്നെ പോലെ ചെറുതല്ല, അപ്പൊ ഡ്രസ്സൊക്കെ കീറും. ഈ ഒരു സാധനം അനുമോൾക്ക് ഭയങ്കരമായിട്ട് അങ്ങ് കൊണ്ട്, നല്ല രീതിയിൽ കൊണ്ടു. കാര്യം അനുമോൾക്ക് ഇച്ചിരി ഹൈറ്റ് കുറവുള്ള ഒരു വ്യക്തിയാണ്. ജിസൽ പറഞ്ഞ കാര്യം അനുമോൾക്ക് കൊണ്ടു. അപ്പൊ അനുമോൾ ചാടി എണിച്ച് പറയാം, ഹൈറ്റിനെ പറയേണ്ട ആവശ്യമില്ല, ഞാൻ ഇവിടെ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് എത്തിയത്, ഹൈറ്റിനെ പറയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് അനുമോൾ പൊട്ടിത്തെറിക്കുകയാണ്. അനുമോൾ അവിടെ പറയുന്നത് കറക്റ്റ് കാര്യമാണ്. അതൊരുമാതിരി ബോഡി ഷേമിങ് ചെയ്യുന്നതിന് തുല്യമാണ്. ഒരാൾ ഹൈറ്റ് കുറവെന്നും പറഞ്ഞിട്ട് ആ ഒരു സമയത്ത് എടുത്തിരുന്നത്. അന്നേരം ജിസലിന്റെ അടുത്ത് ചോദിക്കും, ജിസൽ പറയുന്നുണ്ട്, അവൾ എന്നെ പറയുന്ന സമയത്ത് ഞാൻ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് പറഞ്ഞതാണെന്നുള്ള രീതിയിൽ ജിസൽ ഇത് പറഞ്ഞു വിടുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും അത് ഭയങ്കര റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് അനുമോൾ കുട്ടിന് സഹിക്കാൻ പറ്റിയില്ല. പുള്ളിക്കാരത്തി പൊട്ടിക്കറിയുന്നുണ്ട്. പക്ഷെ അനുമോൾ പറഞ്ഞ ആ ഒരു കാര്യം ശരിയാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഹൈറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല അധികം. ക്ലാസ്സിലാണെങ്കിൽ ഏറ്റവും ഫ്രണ്ട് ബെഞ്ചിൽ ഏറ്റവും അറ്റത്ത്, അസംബ്ലിക്ക് കൊണ്ടുപോകുമ്പോൾ ഏറ്റവും ഫ്രണ്ടിൽ ഏറ്റവും അറ്റത്ത്, ബാക്കിയുള്ള നീളമുള്ള നാറികൾ ഓരോ പേര് വിളിച്ച് കളിയാക്കല്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് എന്തോ 140 സെന്റിമീറ്റേഴ്സ് എന്തോ ആയിരുന്നു എന്റെ ഹൈറ്റ്. പിന്നെ പ്ലസ് 1 പ്ലസ് 2 കാലത്താണ് കുറച്ച് ഹൈറ്റ് എനിക്ക് വെച്ചത്. ഇപ്പോൾ ഒരു 168 സെന്റിമീറ്റർ ഉണ്ട്. നമ്മുടെ ഒരു ആവറേജ് ഇന്ത്യന്റെ ഹൈറ്റ് ഉണ്ട്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഈ തരത്തിലുള്ള അബ്യൂസും കളിയാക്കലും ഒക്കെ ചെറുപ്പകാലത്ത് കുറെ എനിക്ക് നേരിട്ടിട്ടുണ്ട്. അനുമോൾ ആ പറഞ്ഞ കാര്യത്തിനോട് എനിക്ക് നല്ല രീതിയിൽ റിലേറ്റ് ചെയ്യാൻ പറ്റും. അനുമോൾ പറയുന്നുണ്ട്, പണ്ട് മുതലേ ഞാൻ കേട്ട് ശീലിച്ച സാധനമാണ്. ഈ മീഡിയ ഫീൽഡിൽ വന്നതിന് ശേഷവും അത് കേൾക്കാറുണ്ട്, കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാധനം ഇവിടെയും ജിസയിൽ എടുത്തിട്ടപ്പോൾ അനുമോൾക്ക് അത് കൊണ്ട്. അങ്ങനെ അനുമോൾ പൊട്ടിക്കരയാണ്. അനുമോളെ ആശ്വസിപ്പിക്കാൻ ചെല്ലുന്നത് നമ്മുടെ അനീഷാണ്. അനീഷ് ഇപ്പോൾ ഒരു വലിയേട്ടൻ കളിയാണ്
കളിയാണ് കളിക്കാൻ ശ്രമിക്കുന്നത്. കാര്യം അനീഷിന്റെ ടീമിൽ ഉള്ള അംഗങ്ങളാണല്ലോ, അനീഷ് ജയിക്കണമെങ്കിൽ അനുമോളും വേണമല്ലോ. അപ്പൊ പിന്നെ അനുമോളെ ഒന്ന് ആശ്വസിപ്പിച്ച് വാ മോളെ നീ ഇങ്ങനെ കരയാതെന്നൊക്കെ പറഞ്ഞ് പിടിച്ച് സമാധാനിപ്പിച്ച് അനീഷ് അവിടെ കൊണ്ട് ഇരുത്തുന്നുണ്ട്. പിന്നെ ബിഗ് ബോസ് ജിസേലിന്റെ അടുത്ത് പറയാണ്, ഇപ്പൊ നിലവിലുള്ള ഡ്രസ്സ് എല്ലാം കൊണ്ടുപോയി സ്റ്റോർ റൂമിൽ വെക്കുക, ഇത് ലാസ്റ്റ് വാണിംഗ് ആണ് എന്നുള്ള തരത്തിൽ പറയുകയാണ്. എന്നിട്ട് വേറെ ഡ്രസ്സും ബിഗ് ബോസ് ജിസേലിന് കൊടുക്കുന്നുണ്ട്. ഒരെണ്ണം കീറിപ്പോയെന്ന് പറഞ്ഞതിന് പകരം വേറൊരു ഡ്രസ്സ് കൊടുക്കുന്നുണ്ട്. ഹോട്ട്സ്റ്റാറിനകത്ത് ബിഗ് ബോസ് ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു, ജിസേല് പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ള ചോദിച്ചുകൊണ്ട്. അന്നേരം ഇതിന്റെ അടിയിൽ ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട്. കമന്റ്സ് വരുന്നതെല്ലാം ജിസേല് റൂൾ ബ്രേക്കിംഗ്, ജിസേൽ തിങ്ക് ഷീ ഈസ് സോ സ്മാർട്ട് ദാൻ ബിബി, ജിസേൽ ഈസ് ജെനുവിനലി ബ്രേക്കിംഗ് ദ റൂൾസ് ആൻഡ് മേക്കിംഗ് ഫൂൾ ഔട്ട് ഓഫ് ബിഗ് ബോസ്, ഷീ ruined the dress so that she can wear whatever she want. അങ്ങനെ ഹോട്ട്സ്റ്റാർ നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് കമന്റ്സും ഇവക്കെതിരെയാണ്. പക്ഷെ ഹൗസിൽ മെജോറിറ്റി ഓഫ് ആളുകളും ഈ ഒരു സീരിയസ് ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ആരും എതിർക്കുന്നില്ല, ഒരു ഭാഗം മാത്രം എതിർക്കുന്നു, അനീഷും അനുമോളും. അങ്ങനെ ചുരുക്കം കുറച്ച് ആളുകൾ മാത്രമേ എതിർക്കുന്നുള്ളൂ. ബാക്കി എല്ലാവരും ജിസേലിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണ്. എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ജിസേൽ എന്ന് പറയുന്ന ഒറ്റ വ്യക്തി കാരണമാണ് ഇന്നലെ ബിഗ് ബോസ് തന്നെ വിളിച്ചു പറഞ്ഞത്, ഞാൻ ഈ ഷോ നിർത്തുകയാണ്, നിങ്ങളുമായിട്ട് ഇനി ഒരു കോണ്ടാക്ട് ഉണ്ടാവുന്നില്ല, നിങ്ങളൊരു കണ്ടന്റ് തരുന്നില്ല എന്നുള്ള രീതിയിൽ ആ ലാസ്റ്റ് ഒരു വാർണിംഗ് കൊടുക്കുന്നത് ജിസേൽ എന്ന് പറയുന്ന ഒറ്റ വ്യക്തി കാരണമാണ്. എന്നിട്ടും പിന്നെയും റിപ്പീറ്റഡ്ലി ഈ ഒരു സാധനം ഇങ്ങനെ ഒരു ലൂപ്പ് പോലെ ഇവർ ഈ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും ഒരു സ്ട്രോങ് ആയിട്ട് ഒരു കേസ് ഉണ്ടായിട്ടും ആവശ്യത്തിനും അനാവശ്യത്തിനും അടി ഉണ്ടാക്കുന്ന പല ടീംസും ഇത് കണ്ട് മിണ്ടാതിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ജെനുവിൻ കേസിനാണ് അവിടെ അടി ഉണ്ടാക്കേണ്ടത്. അനുമോളെയാണ് അവിടെ സപ്പോർട്ട് ചെയ്യേണ്ടത്. അനുമോൾ അവിടെ കരഞ്ഞപ്പോൾ ആരിനൊക്കെ മാറി ഇന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു അനുമോൾ കരയുന്നത് കണ്ടിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, ജിസേൽ എന്ന് പറയുന്ന ഒരു വ്യക്തി കാരണം ഹൗസ് മേറ്റ്സിന് കംപ്ലീറ്റ് ചീത്തപ്പേരുണ്ടാകുന്ന ഒരു കാര്യമാണ്. ബിഗ് ബോസ് ഈ ഷോ നിർത്താൻ പോയെന്ന് ഇവരുടെ അടുത്ത് പറയുന്നത് കംപ്ലീറ്റ് എല്ലാവരും ബാധിക്കുന്ന കാര്യമാണ്. ലാലേട്ടൻ വന്ന് പറഞ്ഞിട്ടും ജിസേലിന്റെ മേക്കപ്പ് സാധനങ്ങളും എല്ലാം കയറ്റി അയച്ചെന്ന് പറഞ്ഞിട്ടും ജിസേൽ ഇത് റിപ്പീറ്റഡ്ലി ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ബിഗ് ബോസ് തുടങ്ങി ഡേ 1 തൊട്ട് ഡേ ഇതുവരെ ഈ ജിസേല് ലിപ്സ്റ്റിക് ഇല്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എനിക്കൊന്ന് സ്റ്റിൽ ഇപ്പോഴും എവിടെ നോക്കിയോ ലിപ്സ്റ്റിക് മേടിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ഇവർക്ക് മാത്രം എന്ത് പ്രിവിലേജ് ആണ് ഉള്ളത്? പറഞ്ഞു വിടണം അങ്ങോട്ട്. റൂൾസ് അനുസരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പറഞ്ഞു വിടണം. അടുത്ത ആഴ്ച ലാലേട്ടൻ വന്നിട്ട്, ഇപ്പം പെട്ടിയാണ് കയറ്റി വിട്ടതെങ്കിൽ അടുത്ത ആഴ്ച ലാലേട്ടൻ വന്നിട്ട് ആ പെട്ടിയുടെ കൂടെ ജിസേലിനെയും കയറ്റി വിടണം. ഇതൊരുമാതിരി ബിഗ് ബോസിനോ ഈ ഷോയ്ക്കോ ലാലേട്ടനോ ഒരു വില പോലും കൊടുക്കാത്ത രീതിയിലാണ് ഈ പെണ്ണുമ്പോൾ അതിനകത്തിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള എല്ലാവർക്കും റൂൾസ് ഫോളോ ചെയ്യാമെങ്കിൽ ഇവർക്ക് മാത്രം എന്തുകൊണ്ട് പറ്റുന്നില്ല? ഇവർ മേ ബി അതിനെ അഡിക്റ്റഡ് ആയിരിക്കാം. മേക്കപ്പ് ഇല്ലാതെ മുന്നിൽ വന്ന് നിൽക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടായിരിക്കത്തില്ല. അങ്ങനെ ഇല്ലെങ്കിൽ എന്തിന് ഈ ഷോയിൽ തുടരണം? അവരെക്കാലം ഈ ഷോയെ പറ്റി അറിയാവുന്നതും ഒരു തവണ ബിഗ് ബോസിൽ പോയിട്ടുള്ളതുമായിട്ടുള്ള വ്യക്തിയാണ് ജിസേൽ. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വ്യക്തിയാണ് ജിസേൽ. എന്നിട്ടും ഇവർ ഈ മാതിരി പോക്കൃതരം കാണിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞു വിടണം, അതിനകത്ത് നിർത്തരുത്. എല്ലാവരെ പോലെ ഒരു കണ്ടസ്റ്റന്റ് മാത്രമാണ് ജിസേൽ. ഒരു പ്രത്യേകത ജിസേലിനില്ല. ഈ കൂത്തറ ഡ്രസ് ഇട്ട് നടക്കുന്ന ബാക്കിയുള്ള എല്ലാവരും ഒന്നും മണ്ടന്മാരാണോ? ഓരോരുത്തരുടെ ഡ്രസ്സിനകത്ത് സീസൺ 7 മഷി പോലെ ഇങ്ങനെ സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ട്. ഇത് കഴുകിയിട്ട് ആ സ്റ്റാമ്പിന്റെ കളറ് പടന്നിട്ടാണ് ഓരോരുത്തരുടെയും ഡ്രസ്സിനകത്ത് ഇരിക്കുന്നത്. ആ സ്റ്റാമ്പ് പോലും ജിസേലിന്റെ ഡ്രസ്സിനകത്തില്ല. ജിസേലിന് എന്നിട്ടും ജിസേലിന് ധരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡ്രസ്സാണ് ബിഗ് ബോസ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇത്രയ്ക്ക് കൊടുത്ത ഡ്രസ്സ് അനുസരിച്ച് നോക്കുമ്പോൾ ജിസേലിന് കൊടുക്കുന്നത് പുള്ളിക്കാരിയുടെ ബോഡി ഷേപ്പിന് അനുസരിച്ചുള്ള ഡ്രസ്സാണ് കൊടുത്തേക്കുന്നത്. അവിടെയും ബിഗ് ബോസ് ഒരു കരുതൽ ജിസേലിന്റെ കാര്യത്തിൽ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പോലും ഇവർക്ക് ഒരു തരത്തിലുള്ള റെസ്പെക്റ്റും ഈ ഷോയോട് ഇല്ലാത്ത രീതിയിലാണ് ഇവർ ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കോൺവെർസേഷൻ വന്ന സമയത്ത് ശൈത്യം വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, ആ കീറിയ ഡ്രസ്സ് കീറിയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ആ ബോഡി സ്യൂട്ട് ഇട്ടിട്ട് അതിന്റെ മുകളിൽ കൂടെ ഈ ഡ്രസ്സ് ഇടായിരുന്നല്ലോ. മാത്രമല്ല എല്ലാവരും വന്നിട്ട് പറയുന്നുണ്ട് ആ ഡ്രസ്സ് അവർക്ക് ലൂസാണ്. ഈ ലൂസ് ആയിട്ടുള്ള ഡ്രസ്സ് എങ്ങനെ കീറും? സോ അതും പരിശോധിക്കേണ്ടതാണ്. ഇവൾ ഇനി ഇത് കീറിയതാണോ അല്ലയോ എന്നുള്ളത്. മേ ബി കീറാം. ഇത്രയും കള്ളത്തരം കാണിക്കുന്ന ഒരു സ്ത്രീ അവിടെ വേറെ ഇല്ല. അന്നേരം വേണമെങ്കിൽ കീറാം. അവർക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട് അവർ മനഃപൂർവ്വം അതിന്റെ സ്റ്റിച്ച് വലിച്ചു പൊട്ടിച്ചിട്ട് ഈ ഇരിക്കുന്ന ബോഡി സ്യൂട്ട് അവിടെ ഇട്ട് നടക്കാൻ വേണ്ടിയിട്ട് ഇവർ കീറാം. തോന്നിവാസം അല്ലേ കാണിക്കുന്നത്? ഇത് ഉറപ്പായിട്ടും ലാലേട്ടൻ നെക്സ്റ്റ് വീക്കിൽ വരുമ്പോൾ ചോദ്യം ചെയ്യണം. ഉറപ്പായിട്ടും ചോദ്യം ചെയ്യണം. ഒരാൾക്ക് മാത്രം ഇവിടെ ഒരു പ്രിവിലേജും കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇത് അവിടുത്തെ കണ്ടസ്റ്റൻസിന് വേണ്ടി മാത്രമല്ല, ബിഗ് ബോസ് ഷോയ്ക്ക് തന്നെ അപമാനമാണ്. നിങ്ങളുടെ റൂൾസിന് ഒരു പട്ടിയുടെ വില കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. കൂടുതലൊന്നും പറയാനില്ല ഗൈസ്. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? ജിസേൽ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് താഴെ വന്ന് കമന്റ് ചെയ്യുക. സോ വേറെ വീഡിയോ ആയിട്ട് വരാം. അപ്പൊ ശരിയെങ്കിൽ ബൈ.